ഒരു ജാതി ജാതകം 90കളിലെ ദിലീപ് ചിത്രങ്ങളെ സ്മരിക്കും വിധം ബോഡി ഷേമിങ്ങും സ്ത്രീവിരുദ്ധ തമാശകളും അല്പം വിഡ്ഢിയായി കാണുന്ന ആളുടെ കാര്യമാണ്. വിദ്യാഭ്യാസവും പണവും യഥാർത്ഥത്തിലൊരു വ്യക്തി പരിഷ്കൃതനാണോ പുരോഗമനവാദിയാണോ എന്നർത്ഥമാകുന്നില്ല. പക്ഷേ എല്ലായ്പ്പോഴും ക്ലിക്കാകാതെ പഴയ രീതിയിലുള്ള നർമ്മം ഉപയോഗിച്ച് സിനിമ നിർമ്മിച്ചു എന്നതാണ് പ്രശ്നം. വിനീത് ശ്രീനിവാസൻ 38 വയസ്സുകാരനായ ജയേഷിനെയാണ് അവതരിപ്പിച്ചത്. തൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചില പഴയകാല ആവശ്യങ്ങളുമായി നിരവധി വിവാഹ ആലോചനകൾ നിരസിച്ചെങ്കിലും അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ വരാനിരിക്കുന്ന ഒരു വധു അവൻ്റെ കൈപ്പത്തി വായിച്ച് അവനോട് ചില പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഹാസ്യാത്മകമായ ആഖ്യാനത്തിലൂടെ താൻ സുവർഗ അനുരാഗിയാണോ എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുന്ന ഒരു ഉപകഥ ഉൾപ്പെടെ ജയേഷ് തന്നെക്കുറിച്ചും സമൂഹം എങ്ങനെ മാറുന്നു എന്നും കൂടുതൽ മനസ്സിലാക്കുന്നു. തൻ്റെ സ്ത്രീവിരുദ്ധ സങ്കല്പങ്ങൾ ഉപേക്ഷിച്ച ആളുകളെ അവർ ആരാണെന്ന് അംഗീകരിക്കാൻ പഠിക്കുമോ എന്നതൊക്കെയാണ് ഈ കഥയുടെ ഒരു രീതി. മലയാള സിനിമ ഇന്ന് പുത്തൻ ഉള്ളടക്കത്തിനും മികച്ച അഭിനേതാക്കൾക്കും അതിൻ്റെ സാങ്കേതിക നിലവാരത്തിനുമൊക്കെ വിലമതിക്കപ്പെടുന്നതിനാൽ ഈ ചിത്രത്തിലെ ജയേഷിൻ്റെ കാഴ്ചകൾ പോലെ അല്പം പഴക്കമുള്ളതായി തോന്നുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.